ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്ലീച്ചിങ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ മഞ്ജുറാണി മത്സരിക്കുകയാണ്. അപ്പൊ നാടിന്റെ ഐശ്വര്യത്തിനും സാഹോദര്യത്തിനും സമത്വത്തിനും വേണ്ടി ഈ മഞ്ജുറാണി എന്നും നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളോടൊപ്പം നിൽക്കും. മാഡം, ഈ കറിക്കൊന്ന് ഉപ്പുണ്ടോ നോക്കിയ മാഡം. എരിയുണ്ടോ? എരിയുണ്ടോ? എരിയുണ്ട്. പുളിയുണ്ടോ? പുളിയുണ്ട്. അപ്പൊ കറി ഓക്കെ. പിന്നെ മാഡം, പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, തുണികൾ അലക്കിയിട്ടുണ്ട്. ഇനി മുറ്റമടിക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്യണോ മാഡം? ഞാൻ മക്കളെ സ്കൂളിൽ പോയി വിളിച്ചോണ്ട് വരണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുത്തെ വേലക്കാരനാണെന്ന്. അല്ല, ഇവിടെ താലി കെട്ടിയ സ്വന്തം ഭർത്താവ് എവിടെ ഇലക്ഷൻ ഇരിക്കാൻ പോണത്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ ഇരിക്കാൻ പോണത്? കഴിഞ്ഞ ഇലക്ഷൻ ഇവിടെ ഇലക്ഷൻ നിന്ന് സ്വന്തം ചിഹ്നം അറിഞ്ഞുകൂടാത്ത എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ടും കുത്തിയിട്ട് ജയിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. തോറ്റവള് നീ എന്തിന്റെ ഇലക്ഷൻ ഇരിക്കുന്നത്? നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ എന്നും പ്രവർത്തിക്കും. പല സ്ത്രീകളും പല ഉന്നതങ്ങളിൽ നിന്നാണ് പല പ്രപഞ്ചങ്ങൾ പല പ്രവൃത്തികളെ നമ്മൾ കീഴ്പ്പെടുത്തുന്നത്. മദർ തെരേസ, ഇന്ദിരാഗാന്ധി ഇവരെ പോലുള്ള സ്ത്രീകളെ പോലെ, മഹാനായ സ്ത്രീകളെ പോലെ എനിക്കും വളരണം, എനിക്കും വളരണം. പിന്നെ ഒരു കാര്യം, പാർട്ടിയുടെ നയതന്ത്രമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഒരു സൂത്രധാരനുണ്ട് അവിടെ, PG ശിവുചേട്ടൻ. ശിവുചേട്ടൻ PG ഇവിടെ വരുമ്പോൾ പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കാര്യവും പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഒരു രാഷ്ട്രീയക്കാരൻ ഈ വീടിന്റെ മുറ്റത്ത് കാല് ചവിട്ടൂല, നമുക്ക് കാണാം. നമുക്ക് കാണാന്നാ? എടി, കഴിഞ്ഞ ഇലക്ഷന് നീ വിറ്റ് തുലച്ചത് എന്റെ 10 സെന്റ് പെരോടല്ലേ നീ? അത് എന്റെ ആവശ്യം. എടി, ആ ഇലക്ഷന്റെ 10 മാല നീ വിറ്റ് തുലച്ചില്ലേടി? അത് എന്റെ ആവശ്യം. എന്റെ നിക്കർ ഇവിടെ കഴി വിട്ടിരുന്നല്ലോ. ആ നിക്കർ നിങ്ങളുടെ ആവശ്യം, എന്റെ ആവശ്യമല്ലേ? നീ ആരെയാണ് മൂപ്പിക്കുന്നത്? നിങ്ങൾ ആരെ മൂപ്പിക്കുന്നത്? സ്ഥാനാർത്ഥി നീ മത്സരിക്കാൻ പോകും. ഞാൻ മത്സരിക്കും. ഞാൻ മത്സരിക്കും. എന്താടി മൂപ്പിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെ. ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ? എവിടെന്തിനു കാര്യം പറയണം? എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി എന്റെ വായിൽ 12 പല്ലേ ഉണ്ട്. അതുകൊണ്ട് നീ അടിച്ചളക്കാൻ നീ പിന്നെ എന്നോട് അടിച്ചളക്കൊന്ന് എനിക്കൊന്ന് അറിയണോടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ, ഞാൻ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കും. നീ നിൽക്കൂല. നിൽക്കൂലെന്ന് കൂടുതൽ മൂപ്പിക്കല്ലേ? നിങ്ങളെ കൊണ്ട് നിന്ന് തരാം. നിങ്ങളൊരു സ്ഥലം വേണ്ടി വാ. എറിഞ്ഞാൻ തള്ളു. ഞാൻ എറിഞ്ഞു നോക്ക്. തേങ്ങയ്ക്ക് എറിഞ്ഞേ. നിങ്ങൾ എറിഞ്ഞു നോക്ക്. എറിയെന്നുള്ള സത്യമാണ് ഞാൻ. നിങ്ങൾ എറിഞ്ഞു നോക്ക്. എന്റെ അമ്മച്ചി സത്യമാണ്. ഞാൻ എറിയെന്ന് പറഞ്ഞാൽ എറിയും. നിങ്ങൾ ആരെ എറിഞ്ഞത്? നിങ്ങളിപ്പോ ആരെ എറിഞ്ഞത്? IG മുതൽ കമ്മീഷണർ വരെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ കണ്ടാൽ എണീറ്റ് നിൽക്കും. നിങ്ങൾ ആരെ എറിഞ്ഞത്? PG ശിവു സാറിനെ. ഇനി ഇവിടെ എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും മറുപടി നിങ്ങൾ പറയണം. ഒരു തേങ്ങയ്ക്ക് എങ്ങനെയാ വിലയെന്നറിയും? അല്ല, മിനിറ്റ് ഞാൻ കൂടിക്കൊണ്ടിരിക്കില്ല, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതറിയാം, കൂടിക്കൊണ്ടിരിക്കുന്ന അറിയാം. അറിയാം. ഇന്നലെ ഒരു തേങ്ങയ്ക്ക് വേണ്ടി ഞാനും എന്റെ ഭാര്യയും കൂടെ പാതിരാത്രി 2 കിലോമീറ്റർ ഓടി. അറിയാം. ഇത് ഇഞ്ചി വെച്ച് ചമ്മന്തി അരച്ച് കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. നാക്കിന്റെ അറ്റത്ത് വെച്ച് നോക്കണം. ഉച്ചി തട്ടും രുചി, അങ്ങനെയുള്ള സാധനമാണ് ഇത്. പാർട്ടിയുടെ കാര്യങ്ങൾ അറിയാതെയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, അതെന്താണെന്നറിയോ? ഒരു മെമ്പറുടെ ഭർത്താവാനുള്ള ഒരു യോഗ്യത പുള്ളിക്കാരന് വന്ന് തുടങ്ങിയില്ല, അതാണ്. അത് മാത്രമല്ല, പുള്ളിക്ക് പെരുമാറ്റച്ചട്ടയില്ല. എന്ത് പെരുമാറ്റച്ചട്ടില്ല? ആൾക്കാരുടെ പെരുമാറാൻ അറിയത്തില്ലെന്ന്. ആണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ വിവരമില്ലാത്തവളേക്ക് നിങ്ങൾ ഇലക്ഷൻ നിർത്തുന്നത്? ഇവര് മെമ്പർ ആയി കഴിഞ്ഞാൽ എന്താവും നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല? എനിക്ക് അറിഞ്ഞൂടാ. മെമ്പർ ആയി കഴിഞ്ഞാൽ അടുത്ത എന്താ? ഇവര് പ്രസിഡന്റ് ആണ്. ബ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാല് MLA. ബ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാല് നേരെ മന്ത്രി. ബ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി. ബ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാല് ബ്ലീച്ചിങ് മന്ത്രി. മന്ത്രി അങ്ങനെ മന്ത്രിയായി വളരും. അങ്ങനെ വളരുവര്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളാരാ? ഞാനാരാ? പ്രധാനമന്ത്രിയുടെ ഭർത്താവായി നിങ്ങളാരാ? ഞാനാരാ? പ്രധാനമന്ത്രിച്ചൻ. മന്ത്രിച്ചനാ? പിന്നെ അല്ല, അങ്ങനെ മന്ത്രിച്ചനായ എനിക്ക് എന്തൊരു ഗുണം? നിങ്ങളിപ്പോ ബിവറേജിൽ എങ്ങനെയാണ് പോണ? ക്യൂ നിന്ന് സാധനം മേടിക്കും. അങ്ങനെ പോണ്ട കാര്യമില്ല. ബിവറേജിൽ നിന്ന് സാധനം കൊണ്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുതരും. സാധനം കൊണ്ട് തരൂ? പിന്നെ പ്രധാനമന്ത്രിച്ചനല്ലേ നിങ്ങള്? മന്ത്രിച്ചൻ? അതെ, പ്രധാനമന്ത്രിച്ചൻ. അതെ. അപ്പൊ വീട്ടു സാധനങ്ങളൊക്കെ പലവങ്ങളൊക്കെ വീട്ടിൽ വരും. 10 പണിക്കാർ കൂടെ ഉണ്ടാവും. പോരെ? പ്രധാനമന്ത്രിച്ചനാ? അതെ. അയ്യോ, അടിപൊളി. എന്താ ഒരു കരിഞ്ഞ മണം വരുന്നത്? അയ്യോ, ഞാൻ തോര അടുപ്പത്ത് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ലായിരുന്നു. എത്ര മന്ത്രിച്ചെന്ന് പറഞ്ഞാലും തോര അടുപ്പി വെച്ചിട്ട് ഇവിടെ നിന്നാൽ കഴിയും. അത് പോയി എന്തായാലും ചെയ്യാം. പിജി നാളെ മുതൽ നമ്മൾ പ്രകടനം തുടങ്ങുന്ന അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആണല്ലേ? ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഏതാ? നമുക്ക് ഈ പാട്ട് തന്നെ ഫസ്റ്റ് കൊടുക്കാം കേട്ടോ. കേട്ടോളേ. കതറിട്ട് വന്ന മഞ്ജുറാണി, ഇതിൽ മഞ്ജുറാണി തന്നെ സ്ഥാനാർത്ഥി.
കതറിട്ട് വന്നവൾ മഞ്ജുറാണി, ഇതിൽ മഞ്ജുറാണി തന്നെ സ്ഥാനാർത്ഥി. കുപ്പത്തോട്ടിൽ വീണ് കിടന്ന മഞ്ജുറാണിയെ എടുത്ത് ബ്ലീച്ചിങ് പാർട്ടിയിൽ കയറ്റിയതാര്? കുപ്പത്തോട്ടിൽ വീണ് കിടന്ന മഞ്ജുറാണിയെ എടുത്ത് ബ്ലീച്ചിങ് പാർട്ടിയിൽ കയറ്റിയതാര്? ഓരനരിഞ്ഞ് ഊപ്പാട് വരും. പിന്നെ പാട്ട് എങ്ങനത്തെ പാട്ടാന്നറിയോ? ഇത് കയറി പോവും. എത്ര 10,000 ഓട്ടിഞ്ഞ് വരും പടയെന്ന് പറഞ്ഞു. സൈലന്റ് ഉണ്ട്, വേറൊരു പാട്ടുണ്ട്. ഏതാ? വാതുക്കല് വോട്ടെടുപ്പെത്തി, പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന നേരം വേറെ ലെവലാ. മായാതെ മറക്കരുതെന്നും മഞ്ജുറാണിയെ, പാവം മഞ്ജുറാണിയെ. നിയമസഭയിൽ 2 കസേര അധികം വീഴും. അതിന് അങ്ങനത്തെ പാട്ടാ ഇത്. തന്നെ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. എന്താ? ഇവളെ ഈ വീട്ടിൽ നിന്ന് വിടുന്ന ഇലക്ഷൻ നിങ്ങൾ വിളിച്ചോണ്ട് പോകണം. അബദ്ധത്തെ ഇവള് ജയിച്ചു കഴിഞ്ഞാലേ ഇവിടെ പിന്നെ വീട്ടിൽ കിട്ടൂല. എന്താ? കൊച്ചുങ്ങളെ നോക്കാൻ കിട്ടൂല. അതെന്താ കാര്യം? എന്താ ഇവളെ അപ്പൊ തന്നെ കൗച്ചിലാവൂലേ? കൗച്ചിലർ? ഓ കൗച്ചിലർ. അതെന്താ കൗച്ചിലർ? ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങ് കൗച്ചിലാവും. എന്താ സംഭവം കറക്റ്റ് കിട്ടിയില്ല. വല്ല കൗച്ചിലർ അറിഞ്ഞൂടെ? അല്ല നിങ്ങളെ ഈ എന്തെങ്കിലും ഇതെല്ലാം ചില്ലക്ഷരോ അങ്ങനെ മാറിയോ എല്ലാം ഇല്ല, ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും അറിയാം കൗച്ചിലർ ആവുമെന്ന് അറിയാം. പേജ്, ഇനി കൗൺസിലർ ആണോ? അവിടെ വന്ന സാധനം തന്നെ അവക്കറിയാം. എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല ഇവിടെ ഈ വെള്ളപ്പൊക്കം കയറിയ സമയത്ത് ആൾക്കാർ അങ്ങോട്ടും പെട്ടി തൂക്കി ഇങ്ങോട്ടൊക്കെ നടന്ന സമയത്ത് നിങ്ങൾ എവിടെ ആയിരുന്നു? അല്ല, ഇവിടുത്തെ ആൾക്കാരെല്ലാം സ്കൂളിലാണ് പാർപ്പിച്ചത്. പക്ഷെ ഞാൻ സ്കൂളിൽ പോയില്ല. ഞാൻ സ്കൂളിലെ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ട് മലയിൽ. അവിടെ ഒരു മണിമാവുണ്ട്. മണിമാവന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഉണ്ടാക്കിയാലും പോകില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി നേരെ മണിയമ്മാവന്റെ മലയിൽ കയറാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും. ഇലക്ഷന് മത്സരിക്കാൻ പോകും, പ്രകടനത്തിന് പോകും. ഞാനൊരു കാര്യം നീ പറഞ്ഞേക്കാം. എങ്ങും പോകത്തൊന്നുമില്ല. ഞാൻ അത്ര കിഴങ്ങനും ഭർത്താവൊന്നുമല്ല. നിങ്ങൾ പോകും, എനിക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് പാർട്ടിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതാണ്. വിദ്യാർത്ഥി സംഘടനയിൽ തുടങ്ങിയതാണ് ഞാൻ. വിദ്യാർത്ഥി സംഘടനയിൽ തുടങ്ങി ഇത്രയും വർഷമായല്ലോ. പഞ്ചായത്തിലോട്ട് ഞാൻ ഒന്ന് മത്സരിക്കാൻ വേണ്ടി വരുമ്പോ എന്തിനാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ? ബി.ജെ. പാർട്ടി അധികാരത്തിൽ വന്നത് 1984-ലാണ്. 84-ല് 40 പേര് മാത്രമേ പ്ലീച്ചിയിലുള്ളായിരുന്നു. 40 പേര് മാത്രം. 40 അണികളെ കൊണ്ട് തുടങ്ങിയതാണ് പ്ലീച്ചി പാർട്ടി. ഇന്ന് പ്ലീച്ചി പാർട്ടിയില് എത്ര പേരുണ്ടെന്ന് അറിയാം? 40,000 പേരുണ്ട് പ്ലീച്ചി പാർട്ടിയില്. 40,000 പേര്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ചില കിഴങ്ങന്മാരുണ്ട്, ഭാര്യമാരെ വാക്ക് കേൾക്കുന്ന ഒരുത്തന്മാര്, അവളെയൊക്കെ പാവാടയും കയറി ഇറക്കുന്നു. അങ്ങനെ എന്നെ കിട്ടൂല. ഞാൻ വെറും കിഴങ്ങനൊന്നുമില്ല. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു സ്ഥാനത്തിരിക്കണം. പിന്നെ ഇവിടെ അച്ഛൻ പഠിച്ചത്തിലേ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ ഒന്നും ഇറങ്ങി തെളിയണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. പ്ലീച്ചി ഇവിടെ അല്ല, കേന്ദ്രത്തിലെ പ്ലീച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രത്തിലെ 72 കാര്യങ്ങളാണ് പ്ലീച്ചി മെയിൻ ആയിട്ട് പ്രസ്താവനയിൽ കൊണ്ടുവന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സുരക്ഷ, ഇത്തരം കാര്യങ്ങള് മെയിൻ ആയിട്ട് കൊണ്ടുവന്നാരാ? പ്ലീച്ചിയാണല്ലേ. പിന്നെ ചില ഈ ഭർത്താക്കന്മാരുണ്ട് നട്ടൽ, അവന്റെ നട്ടൽ ഈ പച്ചക്കറികളാണെന്ന് തോന്നുന്നു. ഇവളൊക്കെ പണയുന്നതും കേട്ട് അവളൊക്കെ ചെയ്യുന്നതും കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവളൊക്കെ വായിരിക്കുന്ന അങ്ങനെ ഞാൻ നിൽക്കൂല. 2 മണിക്ക് പ്രസ്താവന കൊടുക്കണം. പ്രസ്താവന എഴുതി വെച്ചിട്ടുണ്ട്. പ്രസ്താവന ഗുജറാത്തിൽ നിങ്ങളെ പാർട്ടി എവിടെയാണ്? ഗുജറാത്തിൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകൾക്ക് വേണ്ടിയും അവിടെ എത്ര പേരുണ്ട്? ഏകദേശം ഞാൻ പറഞ്ഞില്ല, കർഷക കുടുംബത്തിലുള്ള സ്ഥാനാർത്ഥികൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള തുണ നമ്മൾ കൊടുക്കുന്നതാണ്. മൊത്തം 40,000 ആൾക്കാരാണ് നമ്മുടെ അണികളായിട്ടുള്ളത് പൊതുവെ. അപ്പൊ ഈ 40,000 അണികൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടാ? സ്ത്രീകൾക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ പറയാം. അത് അവിടെ ചെന്നിട്ടല്ലേ പ്രകടന പ്രസ്താവനയൊക്കെ. ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും PG സാറും ജനങ്ങളിടയിലോട്ട് കൈപിടിച്ച് നമ്മൾ ഇറങ്ങും. നിങ്ങൾ കൈപിടിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന നമ്മളെ മക്കളുണ്ട്. ആ മക്കളെ കൂട്ടിയിട്ട് നിങ്ങൾ അങ്ങ് പൊയ്ക്കോളണം. ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ പറഞ്ഞാലും പ്രകടന പത്രിക കൊടുക്കാനും നാമനിർദ്ദേശ പത്രിക കൊടുക്കാനും ഞാൻ നിങ്ങൾ തടസ്സം നിൽക്കുന്നത് എന്തിനാ? ഞാൻ തടസ്സം നിൽക്കും. അവിടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ തൂങ്ങും. ഇവിടെ തൂങ്ങും. കുറെ നാളുകൊണ്ട് ഞാൻ തൂങ്ങും. അത് 3 തരവണെന്ന് തൂങ്ങാൻ വേണ്ടി കയറിട്ടിരിക്കുന്നേ. ഞാൻ തൂങ്ങും, സത്യമായിട്ട് തൂങ്ങും. നിങ്ങൾ തൂങ്ങും? ഞാൻ തൂങ്ങും. പക്ഷേ നിങ്ങൾ തൂങ്ങി കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് പിള്ളേർ സ്കൂൾ വിട്ടു വരും. അവർക്ക് ചോറ് കൊടുക്കണ്ടേ? അവർക്ക് ചോറ് കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കൊച്ചുങ്ങൾക്ക് ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ചോറ് കഴിഞ്ഞിട്ട് ഞാൻ തൂങ്ങിക്കളാം. അതെന്തൊരു പരിപാടി? പിന്നെ പാല് മേടിച്ചു നമുക്ക് ചായ ഇട്ട് കൊടുക്കണ്ടേ? ഈ ചായ ഇട്ട് കൊടുക്കണമല്ലോ. ചായ ഇട്ട് കൊടുത്തിട്ട് ഞാൻ തൂങ്ങിക്കളയാം. അപ്പൊ ഇവിടെ ആര് വൈകുന്നേരം തൂത്തുവിടും വിളക്ക് കത്തിക്കും? വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ഐശ്വര്യ. എന്നാ ഒരു കാര്യം ചെയ്യും, എല്ലാം ഒഴിവാക്കിയിട്ട് ഇന്നിപ്പോഴേ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ടൊന്ന് കുളിച്ച് തൂങ്ങും. അത് പറ്റൂല. ഞാൻ ഇന്ന് തന്നെ തൂങ്ങും. ഞാൻ തൂങ്ങും. ഞാൻ പോകുന്ന പറഞ്ഞാൽ പോകും. ഞാൻ തൂങ്ങും. നീ ഇവിടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ആളെ വളരാൻ സമ്മതിക്കരുത്. ഞാൻ തൂങ്ങുമെന്ന് പറഞ്ഞാൽ തൂങ്ങും. ഞാൻ തൂങ്ങുന്നു പറഞ്ഞില്ലടി. അമ്മച്ചാണ് ഞാൻ തൂങ്ങുവേ. അമ്മച്ചാണ് ഞാൻ തൂങ്ങുവേ. തൂങ്ങോ? തൂങ്ങും. ഞാൻ
തൂങ്ങോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ തൂങ്ങും തൂങ്ങോ തൂങ്ങും തൂങ്ങോ തൂങ്ങും തൂങ്ങോ തൂങ്ങും തൂങ്ങോ തൂങ്ങും തൂങ്ങോ ഞാൻ തൂങ്ങും പറഞ്ഞാൽ തൂങ്ങും ഞാൻ തൂങ്ങും തൂങ്ങോ നിങ്ങൾ തൂങ്ങോ നിങ്ങൾ തൂങ്ങോ ഞാൻ തൂങ്ങും ഞാൻ തൂങ്ങും നീ പോകും നീ പോകണം തൂങ്ങും എന്തോ സംഭവം നാളെ മുതൽ അങ്ങൊരു പ്രകടനത്തിന് നമ്മളെ കൂടെ വരികയും ചെയ്യും എനിക്ക് വോട്ടും തരും ഇങ്ങനെ ഉണ്ടാവും ഒരു വോട്ട് കൊടുത്തം ലിച്ചി പാർട്ടി കീ ജയ്